നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ LD ക്ലർക്ക് റാങ്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് ആ റാങ്ക് ലിസ്റ്റിലെ നിയമന നില വളരെ കുറവായതിനാൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ സാരാംശം ഇങ്ങനെയായിരുന്നു: LD ക്ലർക്ക് പോലുള്ള തസ്തികകൾ, LD ക്ലർക്ക് മാത്രമല്ല, കേരളത്തിലെ വിവിധ വകുപ്പുകളിൽ നിന്ന് പ്രതീക്ഷിത ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുവാനായി കാലാകാലങ്ങളിൽ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് സർക്കുലറുകൾ, പരിപത്രങ്ങൾ, സർക്കുലറിൻ്റെ മലയാളമാണ് പരിപത്രം, സർക്കുലറുകൾ ഇറക്കാറുണ്ട്. അതായത് അടുത്ത വർഷം ഉണ്ടാകാൻ പോകുന്ന പ്രതീക്ഷിത ഒഴിവുകൾ, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാ വർഷവും ഇറക്കാറുണ്ട്. എല്ലാ വർഷവും എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു വർഷം തന്നെ 2-3 തവണയൊക്കെ ഇറക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സർക്കുലറുമായി ബന്ധപ്പെട്ട് അതിലൊരു പോരായ്മ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് കാണാത്തവർ ആ വീഡിയോ കാണുക. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്തേക്കാം. ആ വീഡിയോ കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകുക. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സർക്കുലർ നമുക്കിതൊരു ചടങ്ങ് പോലെ ഇറങ്ങുന്നതേ ഉള്ളൂ. അതായത് ഈ സർക്കുലറിൽ വിവിധ വകുപ്പുകൾക്കും നിയമന അധികാരികൾക്കും നൽകുന്ന നിർദ്ദേശം അവർ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് സർക്കാർ തലത്തിൽ കൃത്യമായിട്ടുള്ളൊരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഫോളോ അപ്പ് നടക്കുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ, ഈ സർക്കുലറിലെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞാനൊരു റെമഡി, നമ്മൾ റാങ്ക് ഹോൾഡേഴ്സ് എന്ത് ചെയ്യണം, സർക്കാർ തലത്തിൽ ഇത്തരത്തിൽ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം വരുവാനായി റാങ്ക് ഹോൾഡേഴ്സ് എന്ത് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ആയിരുന്നു. അതായത് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വിങ്ങോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് വിങ്ങോ, ഈ 2 വിങ്ങുകളിൽ ഏതെങ്കിലും ഒരു വിങ്ങിനെ കൊണ്ട് ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തുക. അതായത് ഈ സർക്കുലറിൽ മേൽ വകുപ്പ് അധ്യക്ഷന്മാരും നിയമന അധികാരികളും, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് അപ്പോയിൻമെൻറ്റ് അതോറിറ്റീസ്, ഇവർ കൃത്യമായിട്ട് വേക്കൻസികൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ആ വകുപ്പുകളിലെ മറ്റ് നിയമനങ്ങൾ, അതായത് ഇൻ്റർ ഡിസ്ട്രിക്റ്റ്, ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ലോ പെയ്ഡ് എംപ്ലോയീസിൻ്റെ പ്രൊമോഷൻ, അതുപോലെ കമ്പാഷനേറ്റ് എംപ്ലോയ്മെൻറ്റ്, ഇത്തരത്തിലുള്ള കോട്ടകൾ ഇവർ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സർക്കാർ തലത്തിൽ ഇത്തരത്തിലൊരു ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തി ഇത് ഉറപ്പ് വരുത്തുന്ന ഒരു സംവിധാനം രൂപീകരിക്കുന്നതിനായി ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ നിലവിൽ കേരളത്തിലെ വിവിധ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനിലുള്ള അംഗങ്ങൾ എന്ത് ചെയ്താൽ നമുക്ക് സർക്കാരിനെ കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം എടുപ്പിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം, അതൊരു സ്ഥിരം സംവിധാനം വേണം നമുക്ക്. അതായത് ഒരു പർട്ടിക്കുലർ തസ്തികയ്ക്ക് വേണ്ടി ഒരു പർട്ടിക്കുലർ വകുപ്പിൽ പ്രത്യേകമായിട്ടൊരു ഇൻസ്പെക്ഷൻ നടത്തുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. അതൊരു ഏതെങ്കിലും ഒരു റാങ്ക് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തസ്തികയുടെ റാങ്ക് ലിസ്റ്റിൽ പെട്ടവർക്ക് കുറച്ച് ഉപയോഗം ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് നമുക്കതല്ല വേണ്ടത്. നമുക്ക് എന്നും ഇങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് അത് ഇതിന് പിറകെ നടക്കേണ്ടി വരുന്നൊരു ഗതികേട് മാറിക്കിട്ടണം. അതാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് നമുക്കിങ്ങനെ റാങ്ക് ലിസ്റ്റ് പഠിക്കുന്നു, അത് തന്നെ വലിയൊരു ടാസ്ക്കാണ്, മനസ്സിലായല്ലോ. അതും വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയാണ് നമ്മൾ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ ഇതിന് പിറകെ ഇങ്ങനെ വകുപ്പാന്തരം അല്ലെങ്കിൽ ഇങ്ങനെ ഓഫീസുകളോ, ഇങ്ങനെ മുഴുവൻ ഓഫീസുകളിലും കയറി ഇറങ്ങി നടക്കുക, ഓരോ വകുപ്പുകളിലും കയറി ഇറങ്ങി നടക്കുക. ഇത് സത്യം പറഞ്ഞാൽ അതൊരു കാലഹരണപ്പെട്ട പരിപാടിയാണെന്നാണ് എനിക്ക് പറയാറുള്ളത്. ഇങ്ങനെ നടക്കാൻ പാടില്ല ഒരു റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരാൾ, മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ ഇനി ഭാവിയിലെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിൻ്റെ പിറകെ നടക്കുന്ന ഒരു അവസ്ഥാന്തരം ഒഴിവാക്കണം. അതിന് നമുക്കൊരു സ്ഥിരം സംവിധാനം ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ രൂപീകരിച്ച് തരേണ്ടതുണ്ട്. അത് വേറൊന്നുമല്ല, സർക്കാരിൻ്റെ ഒരു കടമയാണ്, മനസ്സിലായല്ലോ. അതായത് ഈ വേക്കൻസികൾ ഓരോ തസ്തികയുടെയും കൃത്യമായിട്ടുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് സർക്കാർ തലത്തിൽ ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തി അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തുന്ന ഒരു സ്ഥിരം സംവിധാനം നമുക്ക് രൂപീകരിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ ആ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ളത്. ആ വീഡിയോ ഒട്ടനവധി റാങ്ക് ഹോൾഡേഴ്സ് അംഗങ്ങൾ കാണുകയും
തൃശ്ശൂർ ജില്ലയിലെ LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് വളരെ നല്ല ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി അവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് വായിച്ചു നോക്കി അതിലെ തെറ്റുകളൊക്കെ തിരുത്തി അത് നല്ലൊരു മെമ്മോറാണ്ടം ആക്കി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവരത് ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും അയക്കുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് ഈ ആവശ്യം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിച്ചിട്ടാണ്. മനസ്സിലായല്ലോ. ഇപ്പോൾ ഒരു ജില്ലയിലെ ഒരു റാങ്ക് ഹോൾഡേഴ്സ് ഇങ്ങനെ അയച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വരാനുള്ള സാധ്യത ചിലപ്പോൾ വളരെ കുറവായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കേരളത്തിലുള്ള മുഴുവൻ റാങ്ക് ഹോൾഡേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്. അതിപ്പോൾ LD ക്ലർക്ക് ആയിക്കോട്ടെ, ലാസ്റ്റ് ഗ്രേഡ് ആയിക്കോട്ടെ, ഏത് തസ്തികയിൽപ്പെട്ടിരിക്കുന്നത്, അതിപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയിക്കോട്ടെ, LP ആയിട്ട് LP സ്കൂൾ അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, UP സ്കൂൾ അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ, മുഴുവൻ റാങ്ക് ഹോൾഡേഴ്സ് ഇപ്പോൾ ഏതൊക്കെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ടോ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളോടും, അത് ചിലപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ തന്നെ കാണും, ഈ മുഴുവൻ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തി കഴിഞ്ഞാൽ, എല്ലാ റാങ്ക് ഹോൾഡേഴ്സും ഇതുപോലൊരു മെമ്മോറാണ്ടം സർക്കാരിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം വരാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇതിലൊരു നേട്ടം നിങ്ങൾക്ക് മാത്രമല്ല, ഇനി വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന റാങ്ക് ഹോൾഡേഴ്സിന് മുഴുവൻ ഇത് ഒരു അനുഗ്രഹമായി മാറും. പിന്നെ അവർക്ക് ഓരോ വകുപ്പുകൾ കയറി ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല. ഇതിന് ഒരു സ്ഥിരം സംവിധാനം ഇത് പരിശോധിക്കാനായിട്ട് രൂപപ്പെടുകയാണ്. അവിടെ മാത്രം നിങ്ങൾ പരാതിപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ അന്നേരമുള്ള ആശങ്കകൾ അവിടെ മാത്രം അറിയിച്ചാൽ മതി. അങ്ങനെ ഒരു സ്ഥിരം സംവിധാനമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഈ വീഡിയോ കാണുന്ന മുഴുവൻ റാങ്ക് ഹോൾഡേഴ്സും ഇത്തരത്തിലുള്ളൊരു മെമ്മോറാണ്ടം അഡീഷണൽ ചീഫ് സെക്രട്ടറി, ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും ആ വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിക്കും സമർപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് ഈ ഒരു മെമ്മോറാണ്ടം ഉണ്ടാക്കുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം കാണും. പക്ഷേ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ ജില്ലയിലെ റാങ്ക് ഹോൾഡേഴ്സ്, LD ക്ലർക്ക് റാങ്ക് ഹോൾഡേഴ്സ് അത് വളരെ കൃത്യമായി അത് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തന്നെ തിരുത്തി കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അവരത് ഉടൻ തന്നെ അയക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ റാങ്ക് ഹോൾഡേഴ്സിൽ നിന്നും ഒരുമിച്ച് ഇതുപോലൊരു ആവശ്യം സർക്കാരിലേക്ക് ചെല്ലുകയാണെങ്കിൽ അത് നമുക്കൊരു അനുകൂലമായിട്ടുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏത് റാങ്ക് ലിസ്റ്റ് ആയിക്കോട്ടെ, LP, UP, ലാസ്റ്റ് ഗ്രേഡ്, നിങ്ങൾക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുള്ള ഏത് റാങ്ക് ഹോൾഡേഴ്സ് ആയാലും അവർ ഈ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും സമർപ്പിക്കുക. അപ്പോൾ അത് തയ്യാറാക്കുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ട് എന്നെനിക്കറിയാം. പലർക്കും അതിൽ എന്ത് എഴുതണം, അതിൻ്റെ വാചകങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ആശങ്കയുണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട് ഞാൻ ഈ തൃശ്ശൂർ ജില്ലക്കാരുടെ ആ മെമ്മോറാണ്ടം എനിക്ക് PDF ആയിട്ട് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. PDF ആയിട്ട് അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് PDF-ഉം പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ അതിൻ്റെ വായിച്ച് നോക്കിയിട്ട് പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ മാറ്റിയാൽ മതി. നിങ്ങൾ ഏത് റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് അതിൻ്റെ വായിച്ച് നോക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ PDF-ഉം അതിൻ്റെ തന്നെ എഡിറ്റബിൾ ഫോർമാറ്റുള്ള ഡോക്സും ഞങ്ങൾ PK ലേണിങ്സിൻ്റെ മെയിൻ ടെലഗ്രാം ചാനലിൽ ഈ വീഡിയോ വരുന്നതിനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളത് ടെലഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതിൻ്റെ ഡോക്സ് ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് എഡിറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനാണോ അത് മാറ്റം വരുത്തേണ്ടതൊക്കെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാമല്ലോ. അത് മാറ്റം വരുത്തി നിങ്ങൾ കുറച്ച് ഉദ്യോഗാർത്ഥികൾ അതിൽ സൈൻ ചെയ്ത് കൃത്യമായിട്ട് അയക്കുക. ഇങ്ങനെ ഒത്തിരി റാങ്ക് ഹോൾഡേഴ്സിൽ നിന്ന് ഒരുമിച്ചൊരാവശ്യം സർക്കാരിലേക്ക് എത്തുമ്പോൾ അത് പരിഗണിക്കപ്പെടുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നിങ്ങളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഇത് സെക്രട്ടേറിയറ്റിൽ ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഈ മെമ്മോറാണ്ടം എത്തിക്കഴിയുമ്പോൾ അത് അനുകൂലമായൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാനും ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു.
അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഒരു പരീക്ഷയ്ക്ക് രാവും പകലും കഷ്ടപ്പെട്ട് വർഷങ്ങൾ പല സന്തോഷങ്ങളും പല കാര്യങ്ങളും മാറ്റിവെച്ച് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷവും ഇതിന് പിറകെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഈ ഒരു അവസ്ഥ നമുക്ക് എന്താണ് ഈ ഒരു കാലത്തിനനുസൃതമായി നമുക്ക് മാറിയേ മതിയാവുള്ളൂ. അതല്ലെങ്കിൽ അത് വളരെ ദുരിതമാണ്. ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചും കഷ്ടപ്പെട്ടും റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷവും ഇതിന് പിറകെ നടക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് പരിഹരിക്കപ്പെടാനായിട്ട് ഒരു സ്ഥിര സംവിധാനം നമുക്ക് വന്നേ മതിയാവൂ. അപ്പോൾ അതിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും കൃത്യമായിട്ടും പിക്കെ ലേണിങ്സിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വളരെ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പിക്കെ ലേണിങ്സിൻ്റെ ടെലിഗ്രാം ചാനലിൽ വന്നിട്ട് നിങ്ങൾ ഈ ഡോക്സോ PDF നിങ്ങളുടെ സൗകര്യാർത്ഥം രണ്ടും ഞങ്ങൾ അപ്ലോഡ് ചെയ്യാവും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം അത് ഈ 2 പേർക്കും PANARD, അതായത് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്കും അയക്കുക. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന, അതായത് എന്നെ കൊണ്ട് വ്യക്തിപരമായി കഴിയുന്ന സഹായങ്ങൾ ഇതിന് പിന്നിൽ ഞാനും ചെയ്യുന്നതാണെന്ന് ഉറപ്പ് നൽകുന്നു. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.